കുഞ്ഞു മക്കളെ, അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ ടീക്കുട്ടി അദ്ദിക്കുട്ടന്റെ ആദ്യത്തെ ഒരു ക്രിക്കറ്റ് കളിക്കൽ എക്സ്പീരിയൻസ് ആണ്. ആദ്യം തന്നെ അദ്ദിക്കുട്ടൻ ക്യാച്ച് ഇതാക്കിയിട്ട് ഔട്ടായിട്ടുണ്ട്. പിന്നെ ടീക്കുട്ടിയുടെ ഫസ്റ്റ് ഒരു അടിക്കലാട്ടോ, അതൊരു അടിപൊളി അടിക്കലായിരുന്നു. പിന്നെ വെക്കേഷൻ ടൈമിൽ നമ്മൾ ക്യാഷ്നട്ട് ഇങ്ങനെ വർക്ക് കേട്ടോ, ഫ്രഷ് ആയിട്ട് നമ്മൾ ഇവിടെ നിന്ന് വർക്കൊന്നു ടീക്കുട്ടി അദ്ദിക്കുട്ടനും കൂടി ഇങ്ങനെ കുത്തി പൊട്ടിക്കുന്നു. ഇത് ആരൊക്കെ ചെയ്യുന്നെന്ന് കമന്റ് ചെയ്യണം. ഇത് പർപ്പിൾ ഹൗസിൽ വന്നാൽ മാത്രം കിട്ടാവുന്നതാണ്. പിന്നെ ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് നിന്ന് നമുക്ക് ഒരു മയിൽ ഇങ്ങനെ പീലി വിടർത്തി ആടുന്നത് കാണുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരിക്കും, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ പർപ്പിൾ ഹൗസിലാണ്. അപ്പൊ നമ്മൾ പർപ്പിൾ ഹൗസിൽ ക്യാഷ്യൂനട്ട് പെറുക്കാൻ പോവാണ് ഗൈസ്. അപ്പൊ അവിടെയാണ്. അപ്പൊ നമ്മളിപ്പോ ഡാഡി വന്നിട്ടുണ്ട്. അപ്പൊ അപ്പപ്പൻ്റെ ജാതിത്തോട്ടത്തിലൂടെ നമ്മൾ നടക്കാട്ടോ. അവിടെ കാണാൻ നല്ല ഭംഗിയാണ്. എനിക്ക് തോന്നുന്നു ജൂണിലൊക്കെ വരണം കേട്ടോ. അതെ, ഇവിടെയൊക്കെ അത് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡാഡി ചുമ്മാ അദ്ദിക്കുട്ടനെയും ടീക്കുട്ടിയൊക്കെ കാണാൻ വന്നാണേ. മമ്മനെ എല്ലാവരെയും കാണാൻ വന്ന കുറച്ച് ദിവസമായില്ലേ നമ്മൾ വെക്കേഷൻ ഇരുന്നിട്ട്. ചെറിയൊരു ഫണ്ണി ഇൻസിഡൻറ്റ് നടന്നാണ്, നമ്മൾ ഷൂട്ട് ചെയ്തില്ല. അപ്പോൾ ഇപ്പം നമ്മൾ കശുവണ്ടി ഇല്ലെങ്കിൽ എന്താ പറയുക, ക്യാഷ്നട്ട് അതായത് നമ്മൾ കുത്തി ഇതാക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ ഇവിടെ താഴെ കുറേ കിടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പെറുക്കി ഇങ്ങനെ അതിനെ ട്വിസ്റ്റ് ചെയ്യും. അല്ല, അത് പൊട്ടയാണ്, പക്ഷെ അതിനെ ട്വിസ്റ്റ് ചെയ്തിട്ട് അത് എടുക്കൂ. ഇങ്ങനെയാണ്. ഒരു ബോധവും ഇല്ല ആർക്കും. അദ്ദിക്കുട്ടൻ പിന്നെ ഈ പരിപാടിക്ക് വന്നിട്ടില്ല കേട്ടോ. ഇത് ജാതി മരത്തിൽ നിന്നല്ല കിട്ടുന്നേ. ഇതാ ടീക്കുട്ടി നോക്കണേ, ഏതാ മരം. എടാ ഇത് അതല്ല, ഇത് അതിന്റെ മേലെ ഇവിടെ. അപ്പൊ ഇതിന്റെ മദർ പ്ലാന്റ് എവിടെ? യെസ് ഗൈസ്, ഇവിടെയാണ് നമുക്ക് ഒരുപാട് ഇങ്ങനെ എന്താ പറയുക, ക്യാഷ്നട്ട്സ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ടീക്കുട്ടി ഇങ്ങനെ ഓരോന്നായി ഇങ്ങനെ പെറുക്കി സംഭവം ട്വിസ്റ്റ് ചെയ്യടാ. അത് സാരില്ല കയ്യിൽ. അതെന്തപ്പോ ഇതിനെയൊക്കെ തന്നെ ചെയ്തിട്ടാ കിട്ടുക. അതിന് ഒരുപാട് ഇങ്ങനെയൊന്നും കാണിക്കണ്ട, ഒന്നും ആവില്ല, ഒരു പ്രശ്നമില്ല. അപ്പൊ ഫ്രഷ് ആയിട്ട് ഒരെണ്ണം തിന്നാൻ കിട്ടുമോ പപ്പാ? ഫ്രഷ് ആയിട്ട് യു വാണ്ട് ഡാഡി? വേണം, ഓരോന്ന് എടുക്കടാ. അപ്പൊ ഇതിനെ നമുക്ക് കൊണ്ടുപോയി ഉണക്കിയത് ഓൾറെഡി ഉണ്ട്. ഇനി നമുക്കത് എങ്ങനെയാ ചുടുന്നതെന്നും കൂടി കാണിക്കാം. എല്ലാവരും കാണിക്കുന്നതാണ്. അതൊന്നുമില്ല, എടുത്തോ. അത് കേടായ ഉറുമ്പൊന്നുമില്ല. ഡാഡി കുട്ടി എപ്പോഴെങ്കിലും ആണ് എടുക്കുന്നത്. അതിന് പറഞ്ഞു മെല്ലെ എന്നിട്ട് അതില് ചവിട്ട് കേട് വന്നതിന്. എന്നിട്ട് ഇല്ല ചവിട്ട്, കുഴപ്പമില്ല, മെല്ലെ ചവിട്ട്. അത് കേട് വന്നിരിക്കുക, അതിന് ചവിട്ടിക്കോ. അങ്ങനെയാണോ ചവിട്ടോ പൊന്നാ? ഇനി ട്വിസ്റ്റ് ചെയ്യൂ, ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യൂ. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? ഇനിയിപ്പോ ഡാഡി ആ ഷൂ മുഴുവൻ വൃത്തികേടാക്കി. ഓക്കെ, ഇതിനെക്കാട്ടി നല്ല. ഇതിലൊരു ചെറിയ കേടുണ്ട് ഡാഡി, അതുകൊണ്ടാണ്. ഇത് പപ്പ ഒരു ക്യാഷ്നട്ട് എടുക്കണം. എങ്ങനെ? ഓക്കെ, അങ്ങനെ വെച്ചിട്ട് ഇനി അതിനെ ട്വിസ്റ്റ് ചെയ്തെടുക്കാം. യെസ് ഗൈസ്, ഇത്രയേ ഉള്ളൂ. ഇതും ചെയ്തു. അത് നല്ലതാ. അതിലിട്ടോ. എന്തടിയാ? എന്തേതു? ചന്ദനത്തിരി ഉണ്ടായിരുന്നു ഗൈസ്, കൊതു വരാതിരിക്കാൻ. ആ ചന്ദനത്തിരിയിലെ പിടിച്ച് തൊട്ട് കൈയും പൊള്ളിച്ചിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പപ്പൻ്റെ ഒരു ജാതി മരം കാണിച്ചു തരാം കേട്ടോ. ഇത് നോക്കിയേ, ഇതിൽ നിങ്ങൾക്ക് മൊത്തം കായ കാണാൻ പറ്റുന്നുണ്ടോ? ഇത് മൊത്തം ജാതിക്കയാണ് ഗൈസ്, മൊത്തം ജാതിക്കയാണ്. അപ്പം അതൊരു ജൂൺ സീസണിലാണ് അത് കൂടുതലായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആ സമയത്ത് ചിക്കു മെല്ലെ അടിക്കണേ, ചിക്കു മെല്ലെ. ഗൈസ്, ഡാഡി വന്നിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ബോളും ബാറ്റും. ഇതുവരെ ഒന്നും അങ്ങനെ നമ്മൾ ട്രൈ ചെയ്യിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ ഡാഡി ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാം കേട്ടോ. അത് കിട്ടിയ വിക്കറ്റ് കീപ്പറാണ്. ഡാഡി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇതാ അപ്പ ബോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പപ്പാ പ്ലീസ്. ഗൈസ് റെഡി. അപ്പ അവിടെ നിന്ന് ബോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ ഡാഡി, അദ്ദിക്കുട്ടൻ, ടിയ. ഓ മൈ ഗോഡ്, അടിപൊളി. ഇനി അദ്ദിക്കുട്ടനാണ്. ഇനിയിപ്പോ നമ്മുടെ അദ്ദിക്കുട്ടൻ എങ്ങനെയുണ്ട്? മമ്മന്റെ മേലെ അടിക്കരുത് കേട്ടോ. എല്ലാം ഡാഡി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ശരി. അവന്റെ ഇഷ്ടത്തോടുകൂടി ചെയ്യാണ് ഗൈസ്. അടിച്ചു ചെയ്തില്ലേ വിക്കറ്റ് കീപ്പർ? നിന്റെ പണി എന്താ?
ആ ഓക്കെ. അപ്പോൾ ദേ അദ്ദിക്കുട്ടൻ്റെ ബാറ്റൊക്കെ സെറ്റാക്കി അടുത്ത് നമ്മൾ ടീ ഇങ്ങനെ അടിക്കാൻ വേണ്ടി നിൽക്കണം. അപ്പം അവിടെ ഇങ്ങനെ ബോൾ ഇട്ടിട്ടുണ്ട്. ഓ ഔട്ടായോ? ഓക്കെ. ആർക്കൊക്കെയാണ് ക്രിക്കറ്റ് ക്രൈസ് എന്നൊന്ന് കമൻറ്റ് ചെയ്യും. ഇവിടെ ആർക്കും ക്രിക്കറ്റ് ക്രൈസ് ഒന്നുമില്ല. അമ്മേ ഗൈസ് ഇവിടെ അടിക്കുന്നുണ്ട് കേട്ടോ അവൻ. അത് നമ്മൾ കുറച്ച് അതായി അവൻ ഇതൊന്നും കളിക്കാറില്ല കേട്ടോ. ദൈവമേ എന്നെ 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 അടിച്ച് ഗൈസ്. അദ്ദിക്കുട്ടൻ നന്നായി കളിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ടീയെ കളത്തിൽ ഇറങ്ങാണ്. ടീക്ക് ബോൾ വന്നാൽ കൂടെ ചിലപ്പോ അങ്ങനെയാണ്. ഗൈസ് അപ്പൊ ടീക്കുട്ടി ഇതേ ഫസ്റ്റ് ബോൾ മറ്റേത് കണ്ടേയില്ല ഗൈസ്. ഓക്കെ അപ്പൊ ദേ സെക്കൻഡ് ബോൾ ടീക്കുട്ടി എങ്ങനെ അടിക്കണം. നീ പൊളിച്ചു. അത് സാരില്ല, എന്തായാലും അടിപൊളി അടിച്ചില്ലേ. നല്ലൊരു കല്ലെടുത്തിട്ടോ. അപ്പൊ നമുക്ക് കാഷ്നട്ട് കൊത്തി 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 എടുക്കാം. നല്ലൊരു കല്ലെടുത്തിട്ട് ഇവിടെ വെക്കാം. നല്ലൊരു എവിടെ ഏതാ നല്ല അത് കല്ലാണോ ചോദിച്ചാൽ കല്ലാണ്. ഓക്കെ. ഇതുകൊണ്ട് ഇത് ചെറുതാണ്, എന്നാലും കുറച്ചുകൂടെ നല്ല തടിയും കല്ലെടുക്കടാ. അദ്ദിക്കുട്ടൻ ബ്രൗണി കഴിച്ചിട്ടിരിക്കുക. അപ്പോൾ അടിപൊളി കല്ലുണ്ടെങ്കിൽ നമുക്കത് കുത്താൻ പറ്റും. 2-3 കല്ലൊക്കെ നമ്മളിങ്ങനെ കൊത്തി നോക്കിയിട്ടുണ്ട്. ഓക്കെ റെഡി. അപ്പോൾ നമ്മളിത് തീയൊന്ന് ഉള്ളിക്കാക്കി അത് പോകാൻ അങ്ങനെ ഉള്ളിൽ പോകണം. അപ്പോൾ നമ്മൾ ഇന്ന് കാഷ്യൂനട്ട് അതാണ് ശീലമില്ലാത്ത കാര്യങ്ങൾ. പുകയൊന്നും അങ്ങനെ തന്നെ ഉള്ളിലോട്ടിട്. ഇതാണ് അടുപ്പ്. എന്താ അടുപ്പൊക്കെ സെറ്റായി ഗൈസ്. അത് പുറത്തേക്ക് പോകുന്നതല്ല, അതാണ് തീ കത്തിക്കുക. മനസ്സിലായോ? അതാണ് തീ കത്തിക്കുക. ഫ്രണ്ടിലോട്ടാണ് വരണ്ടെന്നാ തോന്നുന്നത്. അറിയാത്ത പണിക്ക് പോവല്ലേ. ഓക്കെ എല്ലാ സാധനങ്ങളും ഇട്ടു. ഇനി ഇതൊരു പൊട്ടിത്തെറിക്കലാണ് ടീയാ. ഓല ഇട്ടിട്ടുണ്ട്. അപ്പം ഇതിനാവാ ഒരു 10 മിനിറ്റ് എടുക്കില്ലേ ചേച്ചി? ഒരു 10 മിനിറ്റ് എടുക്കും. അതിപ്പോൾ കൊത്തിക്കോ. ആർക്കാണ് കറക്റ്റായിട്ട് കാഷ്നട്ട് മാത്രം പൊട്ടാത്ത കാഷ്നട്ട് കിട്ടും? അയ്യോ അങ്ങനെയല്ല കൊത്തുന്നത്. കാണിച്ചു തരാം. അമ്മ ഒരു പ്രാവശ്യം കാണിച്ചു തരാം. വെയിറ്റ്. ഇതിനെ ഇങ്ങനെ തിരിച്ചു വയ്ക്കുക. ഓക്കെ ഇങ്ങനെ പിടിക്കൂ. ഇവിടെ പിടിക്കൂ. എന്നിട്ട് ഇവിടെ മാത്രം തല്ലിയേ. അവിടെ മാത്രം നന്നായി തല്ലണം. ഒറ്റ തല്ല്. മതി. ആർക്കാണ് കാഷ്നട്ട് കറക്റ്റായിട്ട്? ഓ മൈ ഗോഡ് ഗൈസ്, കാഷ്നട്ട് അയ്യോ അദ്ദിക്കുട്ടന് അങ്ങനെ കിട്ടുന്നില്ല. ഒറ്റയടിക്ക് ചെയ്യണം ചിക്കു. അങ്ങനെയല്ല, അങ്ങനെ ചെയ്യരുത് മുത്തേ. നോക്കതേ ടീക്കുട്ടി ഫസ്റ്റ് ആയിട്ട് കിട്ടി. അമ്മമ്മ കാണിച്ചു തരും. അവിടെ ചെയ്യാൻ പറ്റില്ല. അയ്യോ ടീക്കുട്ടിയുടെ നോക്കിയേ. അമ്മമ്മ കാണിച്ചു തരണുണ്ടോ? ഇങ്ങനെ ചെയ്യണം. ഓക്കെ അങ്ങനെ ടീക്കുട്ടി. ഹായ്. ഒന്ന് വെയിറ്റ് ചെയ്യടാ ചിക്കു. അല്ല അത് ഓൾറെഡി അത് പോയി. അത് ഓൾറെഡി സ്കിൻ പോയി. ആരുടെയാണ് നല്ല ചന്തം നോക്കട്ടെ. ഇവിടെ വെക്കൂ. ഇന്ന ഓപ്പൺ ചെയ്. അത് ഓപ്പൺ ചെയ് ചിക്കു. ഓപ്പണേ. ഓ ഗൈസ് ഇവിടെ വെച്ചോ. ഇത് നോക്കിയതേ. ഇപ്പൊ ഒരു സംഭവം കാണിച്ചു തരാം. മൊത്തം കത്തിയിട്ടുണ്ട് കേട്ടോ. ഇതും ചൂട് ചായയും മമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിമിഷാൻ്റെക്ക് ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഡാഡിക്ക് ഇഷ്ടമാണ് കേട്ടോ. എന്താ പൊട്ടിയില്ലേ? ഇത് ഈ ടീക്കുട്ടിക്ക് 2 എണ്ണം. ചിക്കുന് ഉള്ളതെല്ലാം വായിലാട്ടോ. നോക്കട്ടെ മുന്നേ. സ്കിന്ന് മാറ്റാൻ പറ്റുന്നില്ലേ ചിക്കുന്? കൈ കാണിച്ചു മുന്നേ. അടിപൊളി. അങ്ങനെയല്ല ചിക്കു ടീയാ. അയ്യോ അങ്ങനെ ചെയ്യരുത്. അത് റോങ്ങാ. ഇതിന്റെ അങ്ങനെ ചെയ്യരുത്. റോങ്ങാ. ഇതിനെ ഇങ്ങനെ ആക്കി വെക്ക്. ഇല്ലടാ അങ്ങനെ ചെയ്യണ്ട. ഇതിന്റെ ഈ ഭാഗം ഉണ്ടല്ലോ. ഈ ഭാഗം നോക്കി എത്ര നന്നായി കിട്ടിയെന്ന്. കഴിക്കല്ലേ വന്ന, നമുക്ക് അവസാനം കഴിക്കാം. ഓക്കെ അങ്ങനെ ചെയ്യണ്ട. ഒരു മിനിറ്റ്. മമ്മ പറയണ പോലെ ഇത് ഇവിടെ സ്ട്രോങ് ആയി പിടിക്കുന്നിട്ട് ഇവിടെ ഒറ്റ പ്രാവശ്യം. അയ്യോ അത് പിടിച്ചിട്ട് നീ ഒന്നും ആവില്ല. അയ്യോ അങ്ങനെ അയ്യോ ഇങ്ങനെ അല്ല. അതിനെ നശിപ്പിച്ചു ഗൈസ്. അത് വേണ്ട. അത് ഒരു ഓവർ കരിഞ്ഞത്. അത് വേണ്ട. അത് കളഞ്ഞു. ഇനി അദ്ദിക്കുട്ടനാണ്. നന്നായിട്ട് ചിക്കു. ഒരൊറ്റ തല്ല്. മെല്ലെ തുറക്ക്.
അദ്ദിക്കുട്ടൻ പഠിച്ചു എന്നാണ് തോന്നുന്നത്. അത് അപ്പൊ തന്നെ കഴിക്കാനുള്ള ഇതാണോന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അത് കേടാണുള്ളത് എടുക്കല്ലേ. ഇത് നോക്കിയേ, അമ്മമ്മ ചെയ്യണ കാണിച്ചു തരാം. നോക്കൂ, ഇതാണ്ടോ എവിടെ സ്റ്റിക്ക്. കഴിച്ചോട്ടെ. ആ കഴിച്ചു നോക്കിയോ. അപ്പൊ ദേ കാഷ്നട്ടിലെ ഓയിൽ എല്ലാം കൂടെ കത്തി അത്യാവശ്യം നല്ല ഫയർ ആയിട്ടുണ്ട്. ഇവിടെ രണ്ടുപേരും ഇങ്ങനെ ഇത്തിരി പേടിയോടെ ഇരിക്കണം. അദ്ദിക്കുട്ടൻ ദേ ഇവിടെ കുത്തുന്നത് നിർത്തിയിട്ടില്ല കേട്ടോ. അദ്ദിക്കുട്ടൻ മാക്സിമം അതിനെ പൊട്ടിച്ചിട്ട് കഴിക്കുകയാണ്. ടിയ നല്ല ഫാസ്റ്റില് ഒറ്റടി മതി 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 ഒറ്റടി. ഗുഡ് 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 ഗുഡ്. പൊട്ടിപ്പോയി ഗൈസ്. നല്ല കാറ്റാട്ടോ. ദേ അപ്പപ്പ ഇനി അതിനെ ഇങ്ങോട്ട് ഇടാൻ പോവാണ്. ഇടാനായോ പപ്പ താഴെ? ഇത് ആക്ച്വലി ഇടാനാണോ? ആ, ഇതിവിടെ കുറെ ആക്കി വെച്ച കുറെ പഴയതാട്ടോ. ഇത് ഇന്നലെ മിനിഞ്ഞാന്നോ ആക്കി വെച്ചാണ്. നമ്മുടെ ഫ്രഷ് ഇതേ അപ്പപ്പ കാണിച്ചു തരാതാ. ഇങ്ങനെ ഇടും. എൻ്റെ അമ്മേ, ഇനി കുറച്ച് വെള്ളം അതിൻ്റെ മേലെ കൂടി ഒന്ന്. 2 പേർക്ക് നല്ലൊരു പണിയാണ് കേട്ടോ. വെക്കേഷന് വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് ഈ ഒരു സംഭവമാണ്. ഇത് 2-3 ദിവസത്തെ ഇതായതുകൊണ്ട് മെല്ലെ ആവുന്നുള്ളൂ കേട്ടോ. ഇവിടെ ടീക്കുട്ടിക്ക് ഇവിടെ കുറേ കിട്ടിയിട്ടുണ്ട്. ടീക്കുട്ടിയുടെ കൈ കാണിച്ചു വന്നാ. അപ്പോൾ ഇതുപോലെ വെക്കേഷൻ ടീക്കുട്ടിയുടെ ഫേസിലൊക്കെ കാര്യമായിട്ടുണ്ട്. വെക്കേഷൻ ഇതുപോലെ ചെയ്യുന്ന ആരൊക്കെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യും. ഇവിടെ അദ്ദിക്കുട്ടൻ കഴിയാനായിട്ടുണ്ട്. ഇന്ന് പോയി മുടി വെട്ടിയിട്ട് വന്നു. നോക്കട്ടെ അമ്മ. ചന്തക്കുട്ടനായിപ്പോയി. ഓക്കെ, ടീയക്കുട്ടി എന്താ കാണിക്കുന്നേ? ജാതിക്ക പറിക്കുകയാണ്. ദേ ഇവിടെ മേലെന്നൊക്കെ ജാതിക്ക വീഴുന്നുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ ദേ ജാതിക്ക എങ്ങനെയാണ്, ജാതിക്ക സീസൺ ആയിട്ടില്ല കേട്ടോ. സീസൺ ആവുമ്പോഴാണ് അതിൻ്റെ ഭംഗി കിട്ടുക. ആർക്കാണ് അത് പൊട്ടാതെ തൊലിച്ചെടുക്കുന്നത്? തൊലിച്ചോ? ഓക്കെ. ജാതിക്ക വീണുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ ക്രിക്കറ്റ് കളിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഇതിൽ ആര് ജയിക്കും, ആരാണ് വിക്കറ്റൊക്കെ എടുത്തിട്ട് പോകുന്നത്? നമ്മുടെ അദ്ദിക്കുട്ടനാണോ അതോ ഇനിയിപ്പോൾ നമ്മളിങ്ങനെ നോക്കാം. നമ്മളുടെ ഗ്രൗണ്ടാണ്, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടാണിത്. അപ്പോൾ ഇവിടെ പുല്ലൊക്കെ അപ്പം സെറ്റാക്കി തന്നിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം. നിങ്ങളുടെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് മേ ബി ലൈക്ക് ഇവിടെ വെച്ചാലോ ബോൾ പോകുന്നത് കൊണ്ട് ഗൈസ് ആദ്യം നമ്മുടെ അദ്ദിക്കുട്ടനാണ് എറിയാൻ പോകുന്നത്. ഫസ്റ്റിൽ തന്നെ. അപ്പോൾ നമ്മൾ ടീയ ഇനി എന്താ ചെയ്യാൻ പോണേ നോക്കാം. ഒന്ന് ബെൻഡ് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല ടീയ. ഓക്കെ, അപ്പോൾ ദേ എന്താ അപ്പോൾ പ്രശ്നം? എന്താ ഓടിയിട്ട് എറിയണ്ടടാ, നീ ചാടിയിട്ട് എറിഞ്ഞാൽ മതി അദ്ദിക്കുട്ട. ഗൈസ് പ്രണമാമ വേണം ഇവർക്ക് ഇട്ട് കൊടുക്കാൻ. അയ്യോടാ. അപ്പൊ നമുക്ക് അദ്ദിക്കുട്ടൻ അടിക്കുന്നുണ്ടോ ഇല്ലയോ നോക്കാം. ഏകദേശം അടിച്ച് സെറ്റ് ആക്കുന്നുണ്ട്. വിക്കറ്റ് തെറിപ്പിക്കുന്നാണ് പറയണത്. പക്ഷെ ഇത് ഭയങ്കര ചെറുതാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മുടെ മയില് പീലി വിടർത്തി ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നത്. കാരണം മഴ വരാനുള്ള ചെറിയൊരിതുണ്ട്. ഇത്രയും അടുത്തുനിന്ന് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നിമിഷാൻ്റി കാണുന്നത്. അപ്പോൾ എത്ര പേര് ഇത്ര അടുത്ത് നിന്ന് മയിലിങ്ങനെ പീലി വിടർത്തി ആടുന്നത് കണ്ടിട്ടുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇത്ര അടുത്ത് അത് നടക്കില്ല ഗൈസ്. കാരണം ഇത്ര അടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ മയിൽ പേടിച്ചോടും. അപ്പം നിമിഷാൻ്റി ഇങ്ങനെ ഫോൺ മാത്രം മുകളിലോട്ട് പൊക്കി എടുത്തൊരു വീഡിയോ ആണ്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും മനോഹരമായിട്ട് ഈ ഒരു എന്താ പറയുക കാഴ്ച കാണുന്നത്. അപ്പോൾ ഞാൻ വേഗം ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ അത്രയുള്ള വിശേഷം. നമ്മളിന്ന് പേർപ്പിൾ ഹൗസിൽ നിന്ന് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ നമ്മൾ വീണ്ടും വരുള്ളൂ. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് TV-യിൽ കാണണം. എന്നാൽ ഈ മയിലിൻ്റെ ഈ ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റും. എന്ത് രസമല്ലേ. അപ്പയ്ക്കും അമ്മയ്ക്കൊന്നും വലിയ കാര്യമില്ല, കാരണം അവർ ഡെയിലി ഇത് കാണുന്നത് കൊണ്ട്. പക്ഷേ നിമിഷാൻ്റിനെയും ടീക്കുട്ടിയും അദ്ദിക്കുട്ടിനെയും സംബന്ധിച്ചോളം ഇത് ഭയങ്കര ഒരു സർപ്രൈസിങ് ആയിരുന്നു. അത് നോക്കി എത്ര നേരെയാണ് നോക്കി. പക്ഷെ നിമിഷാൻ്റിക്ക് ഇത് എൻജോയ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഫോണ് മാത്രം മേലോട്ട് പൊക്കിതാക്കിയതായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് നേരെ എനിക്ക് കാണാനൊന്നും പറ്റില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. ബൈ.